വസന്തം അനഘമിന്നാത്മദാഹം മധുമധുരിമയാവനം ദിൽറുബാ ദിൽറുബാ ഇനി സംഗമോത്സവം ഓ ബാദശാ ഇത് സ്വർഗ സംഗമം Ohia, 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 dia di do dia di dia di do da dia di do dia di do da. നാളെക്കേട്ടൊന്നും ഞങ്ങളുടെ കൊച്ചിന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഷാനിക്ക ഇങ്ങനെയൊക്കെ ആ സ്റ്റെപ്പ് വേണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ ഇവനെ വെട്ടിക്കൊല്ലണ ഒരു സീൻ ഉണ്ടായിരുന്നു, അത് മാറ്റിയതാ. നമുക്കിപ്പോ ചെയ്യണോ? കൊള്ളാന്ന്. ഞാൻ കരഞ്ഞു, കാല് പിടിച്ചുകൊണ്ട് അവൾ എന്നെ വെറുതെ വിട്ടു. സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കൂല. അനുഷ്കയ്ക്ക് ഇനിയും സമയമുണ്ട്. ഒന്ന് വെട്ടണം നോക്കാം. അതെ, ദിൽറൂബ അങ്ങനെ ചെയ്യൂല. എന്നിട്ടാണ് ആദ്യം ഞാൻ മറ്റേ വാളെടുത്ത്. അതൊക്കെ ഒരു റൊമാൻറ്റിക്കിന്റെ ഒരു ഭാഗമല്ലേ. ഇങ്ങനെയാ നിന്റെ റൊമാൻസ്? ഈശ്വര, ഇവനെ പ്രേമിക്കണ കൊച്ചിന്റെ അവസ്ഥ. ഓക്കെ, എന്തായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. യെസ്, ഓക്കെ. ഷാനിക്ക, മെബിൻ ആൻഡ് അനുഷ്ക അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. എന്തായാലും എനിക്ക് തോന്നിയത് ഇപ്പം ഒരു ഡുവറ്റ് ആകുമ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊരു ഗംഭീരമായിരിക്കും. ഇതിൽ ഒരു പൊടിക്ക് മെബിൻ മേലെ ആണ് നിൽക്കണത് എനിക്ക് തോന്നിയത്. മെബിൻ പാടിയതിൽ ഇപ്പം പല്ലവിയിലൊക്കെ കുറച്ച് ഭാഗങ്ങൾ മനസ്സിലാവാത്ത പോലെ എനിക്ക് തോന്നി. കുറച്ചൊന്ന് മഫിൾഡ് ആയിട്ടാണ് മെബിൻ പാടിയതുപോലെ തോന്നി. പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്ന് ഇപ്പം അനുപല്ലവിയൊക്കെ ഹൈ റേഞ്ച് ആണല്ലോ, അതൊക്കെ ഗംഭീരമായിട്ട് മെബിൻ പാടി. അതുപോലെ ചരണത്തിൽ വന്ന ആ ഒരു പ്ലാൻ ഉണ്ടല്ലോ, ഒരു സംഗതി, അത് ഗംഭീരമായിട്ട് മെബിൻ പാടിയിട്ടുണ്ട്. അതെ അതെ ഞാനത് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാനാണ് ആ സിനിമയും കേട്ടോ. വസന്തം അനഘമിന്നാത്മദാഹം മധുമധുരിമയാവനം ദിൽറുബാ ദിൽറുബാ. അതാണ് എനിക്ക് മെബിനെ പറ്റി എനിക്ക് അതാണ് പറയാനുള്ളത്. പിന്നെ അനുഷ്ക ചില സ്ഥലങ്ങളിൽ അനുഷ്കയുടേത് ഒന്ന് വഴുതി പോയിട്ടുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ചിത്ര ചേച്ചി പാടിയ ഈ സെയിം പ്ലാൻ അനുപല്ലവിയിൽ വരുന്നില്ലേ? ഓൾമോസ്റ്റ് സിമിലർ പ്ലാൻ അല്ലേ വരണേ? ഏകദേശം അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴുതിയതുപോലെ തോന്നി. അതുപോലെ ചരണത്തിന്റെ സ്റ്റാർട്ടിങ് അനുഷ്കല്ലേ തുടങ്ങണേ?
ചരണത്തിൻ്റെ സ്റ്റാർട്ടിങ് ഒന്ന് സ്ലിപ്പായി പോയിട്ടുണ്ട് 2-3 സ്ഥലങ്ങളിൽ. ബാക്കി ഈ പറഞ്ഞ പോലെ ഏകദേശം ഒപ്പത്തിനൊപ്പം തന്നെ ആയിരുന്നു. പക്ഷെ ഒരു പൊടിക്ക് മെബൂട്ടൻ മുൻപന്തിയിലാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, എന്തായാലും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് നിങ്ങളുടെ ആ ഒരു ഹോൾ ആക്ട് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയൊക്കെ വന്ന് നിന്നിട്ട് അവള് അവൻ ഞാൻ മാത്രമല്ല അവരും ഉണ്ടായിരുന്നത്. എന്തായാലും അടിപൊളി മക്കളെ. ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ ഈ ടൈപ്പ് ഇപ്പം അറ്റയറൊക്കെ കംപ്ലീറ്റ് മാറി ഒരു ആക്ട് എന്നുള്ള രീതിയിലൊക്കെ മുന്നോട്ട് വന്ന് ഇതുപോലെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. സോ മെബിൻ ആൻഡ് അനുഷ്ക എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഹെവി സോങ്, ഒരു ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു പാട്ട്. ഓർക്കസ്ട്രേഷൻ ആണെങ്കിലും ഇതിൻ്റെ പാടിയിരിക്കുന്ന സിംഗേഴ്സ് ആണെങ്കിലും ഹെവി ആയിട്ടുള്ള സിംഗേഴ്സാണ്. പിന്നെ എൻ്റെ കോമ്പോസിഷൻ എല്ലാം കൊണ്ടും ഒരു ഭയങ്കരമായ ഒരു പാട്ടാണ്. അപ്പം അത് എടുത്തത് ഒരു വലിയ ഒരു എന്താ പറയുക കാര്യമാണ്. കാരണം ഈ ഒരു പ്രായത്തിൽ ഇത് അപ്രോച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ അത് അടിപൊളി ആദ്യം തന്നെ. പിന്നെ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും നന്നായിട്ട് പാടി. മോൾക്ക് നല്ല ഫീലോടെ മോൾ പാടി, മോനും നല്ല ഫീലോടെ പാടി. പിന്നെ ഇന്ന് കുറച്ച് സ്കോർ ചെയ്തു. മെബിൻ കുറച്ചും കൂടി ബെറ്ററായിട്ട്. സംഗതീസൊക്കെ ഓൺ പ്ലേസ് ആയിരുന്നു. കറക്റ്റായിട്ട് എല്ലാം കറക്റ്റായിട്ട് ആ സംഗതീസൊക്കെ പാടിയിട്ടുണ്ട് മിക്കതും. മോള് ഇന്നലെയോ അതാണ് ഷാനിക്ക പറഞ്ഞ സംഗതി, ഒന്ന് പാടാവോ? ഇപ്പൊ ഓൾമോസ്റ്റ് കിട്ടി. നല്ലയോ അങ്ങനെയാണോ അല്ലേ? അവിടെ ഒരു അത്രയും ഫോഴ്സ് ഇല്ല. അത് നമ്മളങ്ങനെ അതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത് കേട്ടോ. പിന്നെ മെബിൻ ആകെ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നിയ മെബിൻ ഫീലിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു മെലഡി ചെയ്ത് അല്ലേ, അപ്പോൾ ആ പാട്ടിൽ ഓൾറെഡി ഒരു നല്ല മെലഡി ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അത് ഭയങ്കരമായിട്ട് എക്സ്പ്രസീവ് ആക്കുമ്പം പല സ്ഥലത്തും മുങ്ങിപ്പോകുന്നുണ്ട്, കേൾക്കുന്നില്ല, ഓഡിബിൾ അല്ല. അപ്പം മോൻ ഇത് നമുക്ക് കേൾക്കാനും പറ്റണം, എക്സ്പ്രസീവും ആയിരിക്കണം. മനസ്സിലായില്ലേ? ആ ഒരു ഡൈനാമിക്സ് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നി. പല സ്ഥലത്തും മോളുടെ ക്ലിയർ ആയിരുന്നു കേൾക്കാൻ, മോൻ്റെ പലയിടത്തും മുങ്ങിപ്പോയിരുന്നു കേട്ടോ. സോ ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ് രണ്ടുപേർക്കും കേട്ടോ. താങ്ക് യു ഹരിച്ചേട്ടാ. നാരായണേട്ടാ. എനിക്ക് ഒന്നും പറയാനൊന്നുമില്ല. രണ്ടുപേരും കിടുക്കി. കാരണം എടുത്താ പൊന്താത്തൊരു പാട്ട്. വിദ്യാജി ആദ്യമായിട്ട് ചെയ്യുന്ന പടമാണല്ലോ. വിദ്യാജി, കൈതപ്രൻ സാറ്, ചിത്ര ചേച്ചി, ഹരിഹരൻ സാറ്, ഇവര് ചെയ്ത എടുത്താ പൊന്താത്ത പാട്ട്. നിങ്ങൾ ഈ എടുത്താ പൊന്താത്ത ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് പാടുക എന്ന് പറയുമ്പോ ഉണ്ടല്ലോ, രണ്ടുപേരും കിടുക്കി മക്കളെ. അതായത് ഈ കൈതപ്രൻ സാർ, ഞാനൊരു ലിറിസിസ്റ്റ് ആയതുകൊണ്ട് പറയാം, ഈ അഴകിലെ അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാണ് ഞാൻ. ഇവർക്കത് മനസ്സിലായിട്ടല്ല, പക്ഷെ നമ്മൾ തീയിലേക്ക് പൂമ്പാറ്റ, അതായത് നിന്റെ അഗ്നിരേഖയിലേക്ക് ശലഭമായിട്ടാണ് വരുന്നത്. അഗ്നിയിലേക്ക് ശലഭം വന്നു കഴിഞ്ഞാൽ തീരുന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ തീരുന്നതാണ് പ്രണയം. അങ്ങനെ തീർന്നാലും നിലനിൽക്കുന്നതാണ്. പക്ഷെ അതൊന്നും മനസ്സിലാവാതെ ഇവരത് പാടുമ്പോഴത്തെ ഫീൽ ഉണ്ടല്ലോ, അയ്യോ, രണ്ടുപേരും തകർത്തു തിമിർത്തു. നിനക്ക് മനസ്സിലായിരുന്നു അത്? ഇല്ല, നല്ലതാ മോനെ, അത് മനസ്സിലാവണ്ട. ശലഭമാണ്, അതൊക്കെ മനസ്സിലായി. ശലഭം എന്ന് പറഞ്ഞ എന്താ മോനെ? പൂമ്പാറ്റ. അടിപൊളി. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. റെഡി? വാള് പോലും മര്യാദക്ക് ഓടിക്കാണ്ട് കൊല്ലാൻ നടക്കുവാ. പാർവതിയുടെ അടുത്ത് അടിപൊളിയായിരുന്നു ഒരു കോമഡി. ഓക്കെ, അപ്പൊ എന്തായാലും മാർക്സ് അറിയാം. ആദ്യം മെബൂട്ടന്റെ ചോദിക്കട്ടെ. നമുക്ക് ആദ്യം മെബിന്റെ മാർക്സ് അറിയാം. ഹരിച്ചേട്ടാ. ഇപ്പൊ മെബിന്റെ ഇന്നത്തെ പെർഫോമൻസിന് യു ആർ ഗെറ്റിംഗ് 8.5. താങ്ക് യു സർ.
ഷാനിക്ക. മെബിൻ 8.5. താങ്ക് യു സർ. നാരായണേട്ട. ഇവൻ്റെ മാർക്കല്ലേ, എനിക്ക് ഇവൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമായി. 8.5. താങ്ക് യു സർ. അപ്പൊ 25.5 മാർക്സ് ആണ് മെബുന് കിട്ടിയിട്ടുള്ളത്. Yes. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ അനുഷ്ക കുട്ടിയുടെ മാർക്കും കൂടെ അറിയാം. ഹരിച്ചേട്ടാ. 8. No. ഞാനിനി വെയിറ്റ് ചെയ്യില്ല. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, അതിന് അടുത്ത റൗണ്ട് തൊട്ട് ഞാനും. നിങ്ങളുടെ പരിപാടികൾ കഴിഞ്ഞാൽ പറയും. 8 മാർക്ക്. താങ്ക് യു സർ. ഈശ്വര, ഇവിടെ വലിയൊരു അടിയാവും ഹരി തമ്മിൽ. ഓക്കെ, 8 മാർക്സ്. താങ്ക് യു. ഷാനിക്ക. അനുഷ്ക എന്തോ 8. താങ്ക് യു സർ. ഞാനും 8. താങ്ക് യു സർ. എന്താ അറിയോ? അല്ലല്ല, അത് സംഭവം പറയാ. അതായത് പാർവതി പറയാൻ പോവാ. അത് 8. ഞാനതാ, ഞാൻ പേര് പറഞ്ഞില്ലല്ലോ, അതിന് മുന്നേ വേണ്ട, mark കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. ഇനി ആ ദിശയിലേക്ക് കൈ ഇങ്ങനെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പം എനിക്ക് പറയാനുള്ളത് ഓക്കെ, അപ്പൊ 24 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു. സൂപ്പർ. കഴിപ്പല്ലേ? യെസ്. ഷാനിക്ക, എനിക്ക് ഇവനൊന്ന് വെട്ടിക്കൊല്ലണം. എന്റെ നിന്റെ കയ്യിൽ എന്തായാലും ഇതിരുന്നിട്ട് കാര്യം. പാർവതി കൊടുക്ക അങ്ങോട്ട്. ഇവിടെ ആഗ്രഹമല്ലേ നമ്മുടെ അവനാണെങ്കിൽ കൊച്ചിന്റെ. മര്യാദ വാള് പിടിക്കാൻ പോലും അറിയത്തില്ല. നന്നായി ചെയ്യണോട്ടാ. ശരിക്കും വെട്ടുവോ? ആ. ആ ഉം. ആ മോളെ, ഒന്ന് മെബിനെ വെട്ടിയിട്ട് നിനക്ക് ഒന്നുകൂടെ വെട്ടണം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും. വെട്ടിന് ഒരു ശിക്ഷയുള്ളൂ മോളെ, രണ്ടും കാച്ചിക്കോ. അതെ, ഞാൻ ഹരിച്ചേട്ടാന്ന് വിളിക്കാം. അതെ, നല്ല ദേഷ്യം കേട്ടോ. വെട്ട്. ചിരിക്കന്നെ. സ്മൂത്ത്. എടാ, എടേ, ഇത് ചാവാൻ. ഒരു മരണം കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇരിക്കുക. അനുഷ്ക കലക്കേട്ടോ. അനുഷ്ക വൻ. പക്ഷെ ഇവൻ നന്നായിട്ട് വീണു. അതെ, അവൻ ഉടനെ നന്നായി- എണീറ്റ്. പക്ഷെ ഉടനെ എണീറ്റിട്ട് ദേ ഇങ്ങനെ പാർക്കിലൊക്കെ ഇരിക്കുന്നത്. നന്നായിട്ട് വീണു ഞാൻ. സൂപ്പർ.